അപ്പം നമ്മുടെ ഓണവും പാലുകാച്ചും ഇതോട് തീരുന്നില്ല, ആഘോഷങ്ങൾ ഇനിയും തുടരുകയാണ്. നമുക്കിനി എന്നൊരു പാൽപ്പായസം ഉണ്ടാക്കണം, അതുപോലെ തന്നെ അത്തം ഇടണം. നമുക്കിനി അതിലോട്ട് കിടക്കാം. അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാൻ വേണ്ടി എല്ലാവരും ക്ഷണിക്കുന്നു. വരും. ഓക്കെ, അടുത്ത പരിപാടി എന്ന് വെച്ചതുപോലെ അവിടെ ആയിട്ടൊരു അത്തം ഇടും. അതിന്റെ കൂട്ടത്തിൽ ശ്രീകാന്ത് ഏട്ടന്റെ ഓക്കെ പായസമാണ് ഇനി അടുത്ത പരിപാടി. ഇവിടെ ഇതാ അത്തം വരയ്ക്കാനുള്ള മെഷർമെന്റ് ഒക്കെ എടുക്കുകയാണ്. അരുണിന് കൈ വയ്യാത്തോണ്ട് ഉല്ലാസാണ് ഇന്ന് കളം ചുമ്മാല നീ നിനക്ക് ഇന്നലെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അവന്. വരയ്ക്കുമെന്ന് പറഞ്ഞവൻ കളം കണ്ടപ്പോഴത്തേക്കും ഇവര് തന്ന അത്തത്തിന്റെ ഡിസൈൻ കണ്ട നിങ്ങൾ ഞെട്ടും കാശ്. ഇവരെന്നെ കുടുക്കിയതാണ്, കുടുക്കി. എങ്കിൽ നിങ്ങൾ വരയ്ക്ക്. ഒരു കോൺഫിഡൻസ് വേണ്ട, നിനക്ക് വരയ്ക്കാം. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. നമുക്കുണ്ട്, വിന് ചെയ്യും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്ത് വിശ്വാസം ഇല്ലടാ. നിങ്ങൾ പണി തുടങ്ങ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് പായസം വയ്ക്കാം. നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, റീക്രിയേഷൻ. അപ്പൊ അതിനുവേണ്ടി അഖിൽദാസ് ഫസ്റ്റ് തീയത്തിക്കാണ് ഇതിന്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഐശ്വര്യം വരുന്ന അതിലാണ്. അങ്ങനെ നിന്നാ പോരെ, കുനിയണം. 3 ഉള്ളൂ. അവിടെ കത്തിച്ചിട്ട് എനിക്ക് പെടലി വേണമെന്ന് നിനക്ക് അറിഞ്ഞു. ശ്രീകാന്തിന്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉള്ള ആളെ തലയിടുക. അയ്യോ പ്രഷർ, എനിക്ക് വല്ല പ്രഷർ. ആകെ 2 തീപ്പെട്ടിയേ ഉള്ളൂ, നല്ല കാറ്റും. ഇനി കത്തിച്ചോ, കത്തോടാ, നീ പേടിക്കാതെ. കൊടുക്കങ്ങോട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ പണി തുടങ്ങിയോ? നമ്മൾ ഇവിടെ അത്തത്തിനുള്ള പരിപാടി നോക്കാം. ഇവിടെ പായസം വെക്കുമ്പോൾ അവിടെ അത്തയിടും. എല്ലാം നമ്മൾ ഇതിൽ കുറെ വെള്ളം ഒഴിക്കണം. പാലിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കുറുക്കി ബ്രൗൺ കളർ ആക്കി ഇതിടണമെന്നാണ് പറയപ്പെടുന്നത്. ബ്രൗൺ കളർ ആക്കണ്ടേ പായസം? ഉണ്ണിയാണ് എന്റെ പായസത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പായസം വെച്ച് തുടങ്ങാം. നമ്മള് യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് മാറിയാണ് ചിന്തിക്കുന്നത്. ഞാൻ പഴയിടത്തിന്റെ വേറെ സ്റ്റൈൽ കണ്ടു. എനിക്ക് ആരെങ്കിലും തലയിൽ ചാരം കാണാതെ നടക്കുമ്പോ എപ്പോഴും ഒരു ഏണിയും കൊണ്ടേ നടക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം കുറച്ച് വെള്ളം. ഇങ്ങനെയൊക്കെ തന്നെയാണോ? കുറച്ചും കൂടി ഇത് പുതിയൊരു സെറ്റപ്പാണ്. ഇത് തിളയ്ക്കുമ്പോ നമുക്ക് പാലൊഴിക്കാം. അത് തിളക്കട്ടെ. പഴയിടം അങ്ങനെ പറഞ്ഞത്. എന്റെ ഇവിടെ സൈഡില് വായി നോക്കിയിരിക്കുന്നു. മാത്രമേ ഉള്ളൂ പൂക്കളുടെ ശേഖരം. നിങ്ങളത് മുടി വെട്ടണ പൂവിന്റെ പ്രൊഫഷണലിസം നോക്കണ. മതി ഇതാ ഇത് ഇനി നീ നട ചെയ്താ മതി. വേണോ? കുളമായാൽ എന്റെ തലയിലാവും. അതൊന്നും കുഴപ്പമില്ല, നീ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താണ്. എടാ ഉല്ലാസ് കളത്തിലിറങ്ങി. ഇല്ല അങ്ങനെ സമ്മതിക്കില്ല. നീ വരയ്ക്കണം. അതന്നെ അത്യാവശ്യം വരയ്ക്കും. അങ്ങനെ ഡോട്ടിട്ട് വരയ്ക്കാൻ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പ്രൊഫഷണൽ അല്ല. നസക്കി വിടൂല. എന്റെ അസിസ്റ്റന്റ് തെറ്റിച്ച് റേഡിയസ് പോയി. ഇനി എന്റെ കയ്യിലല്ല. അതിനുള്ള ബുദ്ധി അവന്മാർക്ക് ഇല്ലല്ലോ. റേഡിയസ് പോയി. ഇത് വേറെ എന്തൊക്കെ ഒപ്പിച്ച് ശരി. അവിടെ ഇത് ഞാൻ ചെയ്തോളാം. ഇത് ഞാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി കേട്ടോ. പിടിക്കുന്ന കൈ അത് ഓർമ്മയില്ലേ പഴയ? ഒരു വട്ടം വരച്ചതിനാണ് ഈ പോലും ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് വെള്ളം ഒഴിച്ച് തിളച്ച് അതിലോട്ട് നമുക്ക് പാലൊഴിക്കാം. നമ്മുടെ ഏകദേശം 4 ലിറ്റർ പാലുണ്ട്. സാധാരണ പാലും വെള്ളവും ഒരുമിച്ചിട്ടാണ് കൊടുക്കണം. പക്ഷേ വേറൊരു വീട്ടിൽ ഇങ്ങനെ കണ്ടോണ്ട് നമുക്ക് അങ്ങനെ അതില് പൂ വീണ് കേട്ടാ. പൂ നമുക്ക് എടുത്ത് കളയാം. ആ പൂ ഫുള്ള് അതിലായി. അതിന്റെ വിഷം ഫുള്ള് അതിൽ കലരും. പൂ
എടുത്തതാ ഇലയ്ക്കും മുള്ളിനും എടുക്കാത്ത രീതി മറ്റേ പാൽ ഒഴിക്കണ്ടേ? അത് ഒഴിക്കണം. ഫസ്റ്റ് നമുക്ക് ഈ പാല് കാരമലൈസ് ചെയ്യണം. അങ്ങനെയല്ല, എല്ലാം കൂടെ ഒത്ത് കാരമലൈസ് ആക്കണം. പാല് ഒഴിക്കണം, ബാക്കി പാല്. ഇത് നമ്മള് ഫാറ്റുള്ള പാലാണ് എടുക്കാൻ. മറ്റേ ടോണ്ട് മിൽക്ക് ഉപയോഗിക്കാതിരിക്കുക. യവന്മാര് തരുന്നില്ല കേട്ടോ. ഈ അത്തപ്പൂക്കളൻ ടീം പാൽപ്പായസം കുളമാക്കാൻ ശ്രമിക്കുന്നു. കത്രിക തരുന്നില്ല. കത്രിക സമയം എന്റെ നിങ്ങളുടെ ഞാനാണ് ദുരന്തമെന്നല്ലേ പറയണേ. ഇപ്പൊ ആരാണ് ദുരന്തം? അവൻ കുറ്റം പറയണില്ല. അവന്റെ സ്വന്തം കത്തിരി വാങ്ങിച്ചൂടെ? ഒരേ ടീമാണ്. ഒരു അട്ടം സെപ്പറേറ്റ് ഇട്ടതിന് നീയല്ലേ ഇപ്പൊ പറഞ്ഞത് അത്തപ്പൂക്കളൻ ടീം തരുന്നില്ലെന്ന്. ആ തരുന്നില്ല. വാങ്ങിച്ചൂടെ? ആയിരം പൂച്ചുണ്ട്. ഓക്കെ, നമ്മളുടെ പായസവും പിന്നെ പൂക്കളവും തയ്യാറാവുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു ഓണത്തിന്റെ വൈബിന് വേണ്ടി ഒരു ഓണപ്പാട്ട് ആലപിക്കാൻ ഉണ്ണിയെ നമ്മൾ ക്ഷണിക്കുന്നു. ഉണ്ണി പായസം ഇളക്കുന്നതിന്റെ കൂടെ ഈ പാട്ട് പാടുന്നത്. ഞാൻ എന്തൊരു വൈബിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഈ ഞാൻ നടപ്പോഴൊക്കെ ആൾക്കാർ പാട്ട് പാടുന്നു. അതുപോലെ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി. സൂപ്പർ കേട്ടോ. ഇതിന് നമ്മൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിലാണ്. അല്ല, ഉണ്ണി പണ്ട് പാടി അതിനെ കോപ്പിറൈറ്റ് അടിച്ചായിരുന്നു. നമ്മളെല്ലാം പാടിയപ്പോ കറക്റ്റ്. നമ്മളല്ല, നീ ഞാൻ പാടിയപ്പോ ഓക്കെ ആയിരുന്നു. കോപ്പിറൈറ്റ് വീണ്ടും അവന്റെ കോപ്പിറൈറ്റ് അടിക്കും. ഭയങ്കര ഹമ്മിങ് ആയിരുന്നു. അല്ല, 10 കിൻഡലിന്റെ അഭിനയം സിനിമയിൽ അഭിനയിക്കും. ഓക്കെ, നമുക്ക് ബാക്കി പണി തരുമോ? പണിയെടുത്തോ. ഓക്കെ, നമ്മൾ ഏകദേശം അരമണിക്കൂറായി. ഉണ്ണി ഇപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇളക്കി. ഇനി അതിനുശേഷം നീ എന്നെ ഇതാക്കി യവന്മാര്. അതാ യവന്മാര് പണിയൊന്നും ചെയ്യണില്ല, അഭിനയിക്കണം. വാടാമൂല്യൊന്നും ചെയ്യണില്ല യവന്മാര്. അത് നന്ദുമോഹൻ പറഞ്ഞ അവനാണ് ചെയ്തതെന്ന്. ആ കണ്ടാ. ആ അവിടെ യവന്മാര് നോക്കി. യവന്മാര് ഫസ്റ്റ് അത്തപ്പൂക്കളോട് തുടങ്ങി. ഇപ്പതാ ഓജാ ബോർഡിൽ എന്തോ ഒരു സാധനം വരച്ച് മാന്ത്രിക. അത് നടുക്കെന്തോ കന്നിമൂലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബിആറിന് പ്രഷറായി. ക്യാമറ വന്നപ്പോ ബിആറിന് പെർഫോമൻസിന്റെ പ്രഷറായി. ഇനി ഇത് അല്ല ഇടയ്ക്ക് വെച്ചിട്ട് ഇത് ലൈറ്റ് ആക്കാൻ നോക്കി. ആദ്യത്തെ കോൺഫിഡൻസ് മാറിയിട്ട് ഡിസൈൻ മാറ്റാൻ നോക്കി. ആരുടെ? ഓക്കെ ഓക്കെ ഉല്ലാസിന്റെ പോയല്ലേ? പറ്റില്ല. അല്ല യവന്മാര് ലൈറ്റ് ആക്കണ്. യവന്മാര് പറഞ്ഞ് നേരത്തെ ഇങ്ങനെ കണ്ണും കാര്യം കാണിച്ചിട്ട് ചോദിക്കണായിട്ട് മാറ്റട്ടാ ലൈറ്റ് ആക്കട്ടെ എന്നൊക്കെ ചോദിക്കണം. പിന്നെ പൂവൊക്കെ നമ്മള് വാങ്ങിച്ചോണ്ട് തരാം. എത്ര പൂ വേണം? ആ ഓ യെസ് യെസ്. സത്യം പറഞ്ഞ ഒന്നേ അരുണ് ഇപ്പൊ ഫുൾ ഹെൽത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ. പക്ഷെ ബിയാന്റെ ഡെഡിക്കേഷൻ വേറെ ആർക്കും ഇല്ല.
ഇനി മതി, ഇനി പോയി പണിയെടുക്ക്. പണിയെടുക്കാം. ആരാ പറഞ്ഞ എന്നെയോ? ഞാനിവിടെ ഇളകിക്കൊണ്ടിരിക്കണം. നോക്ക്, പായസം ഇത്രയും ഉണ്ടായിരുന്ന പായസം ഇളക്കി ഇത്രയായി. ആ അല്ല, ഇനി ഇത് റോസ് ആക്കണം. അപ്പം നമുക്ക് ബാക്കി പോയി ഇളക്കിയിട്ട് വരാം. എനിക്ക് പെടലി പ്രശ്നമായി പോയി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തകർത്തേ. മലത്തീര ഇവിടെ അഴിഞ്ഞാടിയേനെ, പറ്റുന്നില്ല. അയ്യോ അഖിൽദാസ്. പക്ഷെ ഞാൻ പറയട്ടെ, അവന്റെ പെടലി വയ്യാത്തതിന്റെ, പക്ഷെ എനിക്ക് അവന്റെ വയ്യാതായതിന്റെ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. ആ ഫുൾ. ഓ ബിയാർ, വാട്ട് വാസ് ദാറ്റ് ബിയാർ? എന്താ എന്തിനാ മോഹം എന്താ ചുമ്മാ ഇരിക്കണ? ഇവിടെ വന്നപ്പോ ഇവിടെ നിന്ന് പുറത്താക്കി, അവിടെ ചെന്നിരുന്നപ്പോ ബിയർ ഇറക്കി വിട്ടു. പായസം കണ്ടോ? പായസമൊക്കെ ആളുണ്ടോ? അപ്പൊ അത്തത്തിന്റെ പരിപാടി തുടങ്ങുകയാണ്. ബിയാറിന്റെ പ്ലാൻ എല്ലാം നമ്മൾ മാറ്റി അരുണിന്റെ പ്ലാനിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് നടക്കത്തെ വാടാമുല്ലേക്ക് പകരം നമ്മൾ മഞ്ഞയിലോട്ട് മാറ്റി. പറഞ്ഞു കൊടുക്കും, ബിയാർ അത് തിരിച്ച് നമ്മളോട് വൃത്തിയില്ലാത്ത രീതിയിൽ ഇതില് എവനും ഉണ്ടല്ലേ? ശക്തിമാന്റെ പുറകിൽ കുറെ നശിപ്പിച്ചു. ഇതെന്തൊരു മഞ്ഞയുടെ മുകളില് പറഞ്ഞാ പോലെ ശരിയാക്കി തരാടാ. എളുപ്പല്ലേ? ഞാൻ ഇട്ടുതരാം. നീ ആദ്യം അത് ഇളക്കി ശരിയാക്കാം. എനിക്ക് ഒരേ സമയം ശരിയായി പറ്റൂലല്ലോ. ഇതിൽ ആറേതാണ് ഇതാണ്. ഏത് ഷേപ്പാണ് ശരിക്കും? ട്രയാങ്കിൾ ആണ്. എടാ 6 കൊണ്ടിടാൻ പറഞ്ഞു. 6 കൊണ്ടിടാൻ. ആറ് എവിടെയാണ് ഇതൊക്കെ? എന്റെ ആംഗിളൊക്കെ ചെറിയ വ്യത്യാസമുണ്ടോ? അതിനിടയില് മഞ്ഞയൊക്കെ കിടക്കണം, അതൊക്കെ മാറ്റുക. അങ്ങേര് അത് ഫുള്ള് പൊളിച്ച് വീണ്ടും. ഇവനെ കൊണ്ട് പറ്റൂലടാ, ഇവനെ കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ പാല് നമ്മൾ നേരത്തെ 4 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കുറുക്കി അത് ഏകദേശം ഒരു ചെറിയ റോസ് കളർ വന്നില്ലേ? വന്നു. ഇനി നമുക്ക് ഏകദേശം 4 ലിറ്റർ പാലില് 250 ഗ്രാം അരിയാണ് ഇടേണ്ടത്. പക്ഷെ യവന്മാര് കൂടുതൽ വേണമെന്ന് പറഞ്ഞു, നമ്മൾ 260 ഗ്രാം ഇട്ടു. തികഞ്ഞില്ലെങ്കിൽ ശ്രീകാന്തിന് കുറച്ച് കൊടുത്താൽ ആ ഏകദേശം അത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി അവന് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് ഇതാണ് ത്യാഗം. മറ്റേ ബലി കൊടുക്കൂലേ? ചോര കണ്ടാലേ. ഇനി ഇതില് നമ്മളിനി വീണ്ടും ഇതില് വെള്ളം ഒഴിക്കും. കുറച്ച് കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കണം. കാര്യം ഇത് കുറുകി, ഇത് കാരമലൈസ് കണ്ട കാരമലൈസ് കാണിച്ചു കൊടുക്ക്. ഇനി നമ്മൾ വീണ്ടും ഒരു 3 ലിറ്റർ വെള്ളം കൊണ്ട് ഒഴിക്കും. അതായത് 4 ലിറ്റർ പാലിൽ 4 ലിറ്റർ വെള്ളം. എന്നിട്ട് നമ്മളതിനെ കുറുക്കും. പിന്നെ 4 ലിറ്റർ പാലിനാണെങ്കിൽ 1 കിലോ പഞ്ചസാര. ഇത് ഏകദേശം വെന്ത് 3/4 ഭാഗമാകുമ്പോൾ നമ്മൾ പഞ്ചസാര ഇടും. ഓക്കെ, നമ്മളിത് അവിടെ അത്തം ഏകദേശം ഇത്രയായി. ഇവിടെ നിന്ന് കാണുമ്പോ വലിയ ലുക്ക് ഇല്ലെങ്കിലും ഇട്ട് വരുമ്പോ സെറ്റ് ആവും തോന്നുന്നു. ഇല്ല, അരി ഇട്ടത് തിളച്ചു വരികയാണ്. നമുക്ക് അതിൽ വെള്ളം ഒഴിക്കാം. ചിലർ ആദ്യമേ വെള്ളം ഒഴിച്ചും വെള്ളവും പാലും കൂടി ഒരുമിച്ചാണ് ഒഴിക്കണം. ഇത് പഴയിടത്തിന്റെ റെസിപ്പിയാണല്ലേ? എനിക്ക് സംശയം എന്താണെന്ന് അറിയാം. ഇത് കുറുവട്ടെ. 3 മണിക്കൂറിന് ശേഷം നമ്മൾ അരി ഇട്ടു. ഇനി 3 മണിക്കൂർ കഴിയുമ്പോഴേ അരി വേവുള്ളത്. മറുപടി പറയണ്ടേ? കാന്തൻ പറയൂ. നല്ല കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. യുവമാർക്ക് ക്ഷമയൊന്നുമില്ല. ഗൈസ്, അപ്പൊ നമ്മുടെ ഓണപരിപാടി അനുബന്ധിച്ച് നമ്മുടെ വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട്. ഒന്ന് വാടാ. ക്യാമറയുടെ മുന്നിലോട്ട്
ബാക്കി വിഭവങ്ങളൊക്കെ എപ്പോഴാവുമെന്നാണ് വന്ന് ചോദിക്കണം. നീ എന്ത് വിഭവം വേണം നിനക്ക്? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബിരിയാണി ചലഞ്ചിന്റെ ബിരിയാണിയെങ്കിലും എടുത്തോളൂ. അതേത് ബിരിയാണി ചലഞ്ച്? എന്തിന്? അപ്പൊ ബിരിയാണി 10-12 ബിരിയാണി അവിടെ കൊണ്ടുവച്ചായിരുന്നു. എടുത്തോണ്ട് വന്നൂടായിരുന്നോ? അത് അവർക്ക് കഴിക്കണ്ടേ? നിങ്ങളിവിടെ പട്ടിണി കിടക്കണം. ഇഡലി സാമ്പാറും ഉണ്ടായിരുന്നില്ല. ഡൗൺ. ഇഡലി എടുത്തോട്. വേണോ? ഞാൻ ബോളി വാങ്ങിച്ചോണ്ട് ആ, ബോളി. രാത്രി നമുക്കൊരു 8-8:30 ആകുമ്പോ ആഴ്ച 4 മണിക്കൂറാക്കി മഹാബോളി എന്നുള്ള ബോളി വാങ്ങിച്ചോണ്ട് തരാം. എന്റെ വകയായിട്ട് എല്ലാവരും. നീ എന്നാലും എപ്പോഴെത്തും? ഒരു ഉദ്ദേശം 2 മണിയോ? ഇല്ല. മണി 2 അപ്പൊ നമ്മളുടെ പായസത്തിന്റെ അരി ഏകദേശം ഒരു 3/4 വേവായി. അപ്പൊ നമുക്ക് ഇനി അതിലോട്ട് 1 കിലോ പഞ്ചസാര, 4 ലിറ്റർ പാലിന് 1 കിലോ പഞ്ചസാര. വേണ്ടേ? മധുരം വേണ്ടേ? ഞാൻ കാര്യം പറയട്ടെ. ആ, പറ. ഈ പഞ്ചാര മറ്റേ ഇത് ചെയ്തതിന് ശേഷം ഇതിലിരുന്നത്. ഇല്ലില്ല, നമ്മൾ വേറെ രീതി. പഞ്ചസാര ഒരുപാട് വേണോ അതോ കുറച്ച് വേണോ? ഇവിടെ കുറെ പേര് ഷുഗർ ഫ്രീ ആണ്. ഒരു 750 ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ പിന്നെ വേണം. മധുരം നോക്കിയിട്ടിടാം. അതിനും കൂടുതലുള്ളവർക്ക് പിന്നീട് കറിക്ക് അടിച്ചു. യവന്മാര് നമ്മളെ അംഗീകരിക്കൂല. യവന്മാരെ നമ്മള് വലുതായ കാര്യം യവന്മാര് അംഗീകരിക്കില്ല. ഇതിനകത്ത് നീ കണ്ട വീഡിയോ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ നീ വരുത്തിയിട്ടുണ്ടോ? ആ, ഉണ്ട്. ഒരു ഇട ഈ മേളിൽ കിടക്കുന്ന നെയ്യണ്ട, അമ്പലം പാൽപ്പായസത്തിൽ നെയ്യ് ഒഴിക്കില്ല. അങ്ങനെ പാൽപ്പായസം എന്തായി? ഏകദേശം റെഡിയായി, 99% റെഡിയായി. കണ്ട എന്റെ കളർ മാറുമെന്ന് പറഞ്ഞു, മാറിയില്ലേ? അങ്ങനെ ഇളക്കി പാൽപ്പായസം റെഡിയാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് ആ, ഇത് കുറെ നേരമായി, ഇതിന് മുന്നേ ഇത് റെഡിയായി. അത്തവും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പാൽപ്പായസം നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് വയ്ക്കാം. എടാ, വന്ന സമയത്ത് യവന്മാരെന്നെ കളിയാക്കി, ഞാൻ ഇത്ര റൈസ് വാങ്ങിച്ചെന്നും പറഞ്ഞു. അവസാനം ആകെ 200 ഹാഷിമാണ് അതിന് ഒരുമാതിരി ആക്കിയത്. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, യവനാണ് ആദ്യം യവൻ ഒരു കിഴി പറഞ്ഞ് കളിയാക്കി. എന്നാലും ഒരു ഓൾഡ് സ്കൂൾ യൂട്യൂബ് ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഓണ പരിപാടിക്ക് വാങ്ങിക്കുന്ന സാധനമാണ്. ഇത്രേ വാങ്ങിച്ചുള്ളൂ, ഈ 12 പേരൊക്കെ അരിയില്ലാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു റോള് ഞാൻ വിജയിപ്പിച്ചു വെച്ചാൽ ഫുൾ പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ കറക്റ്റ് മധുരം. ഇതും കൂടെ ഇട്ടിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് പോയാൽ ശകല മധുരം കൂടുതലാണ്. ഇത് തന്നെ കൂടുതലാണ്. എടുത്ത് അവസാനം കുറച്ചുകൂടെ കുറുക്കമുണ്ട്. ഇല്ലല്ലോ, ഇതിന്റെ ടേസ്റ്റ് നമുക്ക് കുടിച്ചിട്ട് പിന്നെ ഒഫീഷ്യലായിട്ട് പറയാല്ലേ. നമ്മൾ അത്തം എങ്ങനെയാണ്? നമ്മളുടെ ഇത് വരണം, അത്തപ്പൂ ശരിയായി, അതുപോലെ തന്നെ മാറിയില്ല. ബോളി വരാനുണ്ട്. കുറച്ച് വാഴയിലാണ് വെട്ടിയിട്ടുണ്ട്. അതിന് ബോളി ഓ, അത് തെറ്റാണ്. ആ, ശരി. ഇല്ല, നമുക്ക് കൃഷിയോടൊപ്പം വെട്ടാം. അപ്പുറത്ത് മഴ വീട്ടിൽ പ്രശ്നം. അത് പ്രശ്നമാണ്. ചോദിച്ചിട്ട് വെട്ടണം. ഓക്കെ, അപ്പം നന്ദുകൃഷ്ണൻ വിളിച്ചു പറഞ്ഞ് അറേഞ്ച് ചെയ്ത ബോളി എത്തിയിട്ടുണ്ട്. നെയ് ബോളി. തിരുവനന്തപുരം ബോളി. ഇങ്ങനെ വെച്ച് ഇത് കണ്ട പൊടിഞ്ഞു പോണ കണ്ട, അതാണ് ഒതന്റിക്. നടുക്കതട അതിന്റെ പൊടി നടുക്ക് മാവ് അരിമാവ്. ഇനി പായസം ഇങ്ങനെ ഒഴിക്കാം. കുറച്ചുകൂടി അപ്പൊ ബോളിൽ പായസം വീണ് കുതിർന്നിട്ടുണ്ട്. കുതിർന്നില്ല, കുതിരാൻ പോകണം. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ടേസ്റ്റിംഗ് സെഷന് വേണ്ടിയിട്ട് ആരാണ് ഫസ്റ്റ് ട്രൈ ചെയ്യണം? അഖിൽദാസ് നോക്കാം. അതിന് ഏറ്റവും കൂടുതൽ മധുരം ഇഷ്ടം. കാണുന്നവർക്ക് തോന്നണം നീ തിന്നാൻ. ഡിസ്കസ്റ്റിംഗ് ആക്കരുതല്ലോ. നല്ല സോഫ്റ്റ് ബോളിയാണെന്ന് തോന്നുന്നു. നിന്റെ എക്സ്പ്രഷനോട് എടു. എക്സ്പ്രഷൻ ഇടാം. ആയാലും ചോറ് അങ്ങനെ എടുത്ത് പറയണോ വേണ്ടേ? അങ്ങനെ കുറെ നേരം പിടിക്കും. നിങ്ങൾ ഇത് നോക്കാം. ഇത് കൈ എന്റെ ഇടയ്ക്ക് ഒരു ഷവർമ്മ അല്ല, അത് ബോളിയാണോ? നീ ഒരു ചുരുട്ടി ഞാൻ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല, സൂപ്പർ സാധനം. വേറെ ആരും ഇവിടെ നിന്ന് സത്യസന്ധമായിട്ട് പറയും. അഭിപ്രായം പറയും. എപ്പോഴും പറയുന്ന കണക്കല്ല, നല്ല സാധനങ്ങൾ.
കള്ളമാണ് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ അതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ശ്രീകാന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ട് കൊള്ളാം. സെറ്റ് സാധനം കൊള്ളാം. ബോളിയുടെ പടം പോലും ഇല്ല. നിനക്ക് വേണോ ബോളി? ഓഫ് ചെയ്തിട്ട് കുറച്ച് ബോളിയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ പാല് കാച്ച്, നമ്മുടെ ഓണം പായസം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് മാത്രമാണ്. ഇനി നമ്മുടെ ബാക്കി ഇനി ഓണക്കളികൾ. അതെ, ഇനി ഓണത്തിന് മേളം. ഇതൊരു ജസ്റ്റ് ഒരു ട്രെയിലർ മാത്രം. അപ്പൊ നിങ്ങൾ ഇനിയാണ് മേളം കിടക്കുന്നത്. സ്റ്റേ ട്യൂൺഡ് അവൻ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഗെയിംസിൽ കളികളിൽ എന്തെങ്കിലും വ്യത്യസ്തമായ കളികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. പിന്നെ നമ്മുടെ പായസം അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മൊമെന്റ്സ് ഒക്കെ വന്ന് നിങ്ങൾ ടാഗ് ചെയ്യുക. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതെ, അപ്പൊ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹാപ്പി ഓണം. ആ, വിനുവിനൊരു കോമഡി ഉണ്ടായിരുന്നു നേരത്തെ. റോസാവൻ എന്തോ ഒരു പൊടിക്കൈ പറയടാ, പറ എന്താടാ പറഞ്ഞ നേരത്തെ? റോസ് മിൽക്ക് അടുക്കുന്ന സാധനം ഏറ്റവും അവസാനം നീ എങ്ങനെയാണ് ഓതന്റിക്കേറ്റ് പച്ചപ്പുല്ല് നന്നായിട്ടന്ന് ക്ലീൻ ചെയ്തോണ്ട് ഇഷ്ടം പോലെ പുല്ലുണ്ട് ഇവിടെ. അന്ന് വെള്ളം അടിച്ചു കൊടുത്തില്ലേ, നല്ല പുഷ്ടി വന്നു ഇപ്പൊ എല്ലാവരും. അതൊക്കെ നമ്മള് കരിക്കും, ഇപ്പൊ കരിക്കുന്നു. നമുക്കിത് ഇങ്ങനെ കാണിക്കണം. മറ്റേ പകുതി ഇവിടെ പകുതി അവിടെ മറ്റേ സിനിമയിലൊക്കെ കാണിക്കൂലേ, ഒരിടത്ത് ഒരാൾ ചേസ് ചെയ്യുമ്പോൾ മറ്റേടത്ത് മറ്റേ. എഡിറ്ററിന്റെ വായിരിക്കണ കേൾക്കുന്നതാണ്. ഓ അത് ഇവിടെ ഇടാന്ന് വെച്ചാൽ അവിടെ വെയില്. പയ്യൻ വന്നു. രാവിലെ കാഴ്ചടാ കുടി. പോവാ